സർക്കാർ നിലപാട് വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ഒന്നാണ്. യാതൊരു മാറ്റവുമില്ല. പൊതുമേഖല ബാങ്കുകളൊക്കെ വിളിച്ചുകൂട്ടി ഈ ദുരിതബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളാൻ ആവശ്യപ്പെട്ട അഭ്യർത്ഥിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിന് ബാങ്കുകൾക്കൊരു നയം, KSFEക്ക് വേറൊരു നയം എന്നൊന്നും ഉണ്ടാകാനിടയില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാരും ഗവൺമെൻറ് ആകെ തന്നെയും അതേപ്പറ്റി പരിശോധിക്കും. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ലഭിക്കേണ്ട നീതി ലഭിക്കാനായി ഗവൺമെൻറ് അതിന് പങ്കുവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ADGP MR അജിത് കുമാറിനെ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അത് CPI പറഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് DGPയെ സ്ഥാനക്കയറ്റി കൊടുക്കാനുള്ള ശുപാർശ ക്യാബിനറ്റ് അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് CPIയുടെ മന്ത്രിമാരുടെ യോജിപ്പും ക്യാബിനറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അല്ല, CPI ആദ്യം മുതലേ പറഞ്ഞ കാര്യം ഇതാണ്. ഇതുപോലെ ഒരാൾക്ക് RSSൻ്റെ നേതാക്കന്മാരുമായിട്ട് ഒന്നിനു പിറകെ ഒന്നായി പോയി കണ്ട് സംസാരിക്കാൻ പോകുന്ന ഒരു ADGPക്ക്, അതുപോലെ തന്നെ പൂരം നടക്കാൻ സമ്മതിക്കാത്ത ആ വിഷയത്തിലും സംശയകരമായ നിലപാടുള്ള ഒരു ഉദ്യോഗസ്ഥന് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ പദവിയിൽ ഇരിക്കാൻ അർഹതയില്ലെന്നാണ് CPI പറഞ്ഞത്. അങ്ങനെയാണ് ADGP ആയിരുന്ന അദ്ദേഹത്തെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നും അന്ന് മാറ്റി നിർത്തിയത്. ആ തീരുമാനം ശരിയാണ്. അതിനർത്ഥം അദ്ദേഹത്തിന് സർവീസിൽ ന്യായമായി ലഭിക്കേണ്ടുന്ന ഒരു പ്രൊമോഷൻ്റെ പുതിയ ഘട്ടം വരുമ്പോഴത്തേക്കും എന്നേക്കുമായിട്ട് ഒഴിവാക്കണം എന്നല്ല. സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി കൂടി ആ കമ്മിറ്റി നാനാവശങ്ങളും ഫയലുമെല്ലാം പഠിച്ച് തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം സാങ്കേതികമായി ശരിയാണ്. ആ തീരുമാനം ശരിയാണ്. പക്ഷേ എല്ലാ സാങ്കേതിക ശരികളും എല്ലായ്പ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല. അത് ആണ് CPIയുടെ നിലപാട്. അപ്പം രാഷ്ട്രീയമായി അത്തരത്തിലൊരാൾക്ക് ഇപ്പോൾ അങ്ങനെ ശുപാർശ അംഗീകരിക്കേണ്ടിയിരുന്നില്ല ക്യാബിനറ്റ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. RSSൻ്റെ മേധാവികളുമായി കൂടിക്കണ്ട ഒരാൾ, അതുപോലെ തന്നെ പൂരം പോലത്തെ വലിയ ദേശീയോത്സവത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ വേണ്ടതുപോലെ നടത്താൻ സമ്മതിക്കാതെ അലങ്കോലപ്പെടുത്തുന്ന ആ പ്രക്രിയയിൽ പങ്കുവഹിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ, അതുപോലെ തന്നെ വരവിൽ കവിഞ്ഞ സ്വത്ത് സംഭവിച്ചതിൻ്റെ പേരിൽ വിജിലൻസ് എൻക്വയറിക്ക് വിധേയനായ ഒരാൾ, ആളെപ്പറ്റി ബന്ധപ്പെട്ട കമ്മിറ്റിക്ക്, ഉദ്യോഗസ്ഥ കമ്മിറ്റിക്ക് പരിശോധനയിൽ സാങ്കേതികത്വം നോക്കാൻ പറ്റും. അവർ സാങ്കേതികമായിട്ട് തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം ടെക്നിക്കലി 100% ശരിയാണ് തീരുമാനം. പക്ഷേ ശരിയായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ കണ്ണിൽ ചില രാഷ്ട്രീയ ശരികളെപ്പറ്റി ചോദ്യങ്ങളുണ്ടാകും. അപ്പോഴാണ് മറുപടി വരുന്നത് എല്ലാ സാങ്കേതിക ശരികളും എല്ലായ്പ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല.